നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്കിന്ന് 2024 സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ഓരോ രാശിക്കൂറുകാരുടെയും ഫലത്തെയാണ് പറയുന്നത്. സെപ്റ്റംബർ മാസം എന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട മാസമാണ്. ചിങ്ങമാസത്തിൽ ഉൾപ്പെടുന്നതാണ്. ഓണം ഒക്കെ സെപ്റ്റംബർ മാസത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിപ്രധാനപ്പെട്ട മാസമായിട്ട് തന്നെ നമുക്ക് കരുതാം. അതുകൊണ്ട് എല്ലാവർക്കും സെപ്റ്റംബർ മാസത്തിലെ നക്ഷത്രഫലവും പ്രാധാന്യമുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ആദ്യം മേടക്കൂറുകാരുടെ സെപ്റ്റംബർ മാസം എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരുടെ 5ാം ഭാവത്തിൽ ബുധനും സൂര്യനും ഒക്കെ വരികയാണ്, ശുക്രനും ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള മേടക്കൂറുകാർക്ക് വളരെ അനുകൂല സമയമാണ്. പഠനത്തിന് ഉത്തമമായിട്ടുള്ള കാലമാണ് ഇത് പ്രയോജനപ്പെടുത്തുക. കൂടാതെ വീട് വാങ്ങുന്നതിനും ഭൂമി വാങ്ങുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ്. പൊതുവെ കഷ്ടപ്പാടുകളൊക്കെ മാറി സുഖാവസ്ഥ വന്നു ചേരുന്ന സമയമാണ്. സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുന്നതാണ്. കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൃഷിയിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. തീർത്ഥയാത്രകൾ നടത്തുന്നതിനും വിനോദയാത്രകളൊക്കെ നടത്തുന്നതിനുമൊക്കെ വളരെ നല്ല അനുകൂല സമയമാണ്. കേസ് വഴക്കുകളൊക്കെ നടന്നിരുന്നവർ മധ്യസ്ഥർ മൂലം ഇടപെട്ട് അതൊക്കെ ഒത്തുതീർപ്പാക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. അതൊക്കെ പരിഹരിക്കുന്നതിനും ഇരു കൂട്ടർക്കും തൃപ്തികരമായ രീതിയിൽ പരിണമിക്കുന്നതിനുമൊക്കെ സാധ്യതയുണ്ട്. പഴയ വാഹനമൊക്കെ മാറ്റി വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കൃഷി രംഗത്തുള്ളവർക്ക് അനുകൂലമാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഈ സെപ്റ്റംബർ മാസം വളരെ അനുകൂലമാണ്. വിദേശയാത്രയൊക്കെ ആഗ്രഹിച്ച് കഴിയുന്നവർക്ക് അതിനൊക്കെയുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. കലാ കായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നൂതന ആശയങ്ങൾക്ക് പ്രാവർത്തികമാക്കി അതിലൊക്കെ വിജയം നേടാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ തേടിയെത്തുന്നതാണ്. മേടക്കൂറുകാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പഞ്ചാമൃത അഭിഷേകം, പഞ്ചാമൃത വഴിപാട് എന്നിവയൊക്കെ നടത്തുക. കൂടാതെ മഹാവിഷ്ണുവിന് പാൽപായസം നടത്തുന്നതും ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുന്നതും വളരെയേറെ ഗുണപ്രദമാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 1/4 ഭാഗം, രോഹിണി, മകരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാർക്ക് വളരെ നല്ല സമയമാണ്. വിവാഹാലോചനകളൊക്കെ നടക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സാമ്പത്തികമായും മാനസികമായും കുറച്ചു നാളുകളായി തുടർന്നു വന്നിരുന്ന മാനസിക സംഘർഷം ഒക്കെ ഇല്ലാതാകുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. അതൊക്കെ ഒരു വിധത്തിൽ പരിഹരിക്കപ്പെടും എന്ന് പറയാം. വിദ്യാഭ്യാസത്തിനൊക്കെ മുടക്കം വന്നിരുന്നവർക്ക് അത് പൂർത്തിയാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. കൃഷി കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നവർ ഏതെങ്കിലും കാര്യങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും അവസരങ്ങൾ വരും. കൂടാതെ ഇടവക്കൂറുകാരായിട്ടുള്ള ബിസിനസ്സുകാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ സെപ്റ്റംബർ മാസത്തിൽ അനുകൂല സ്ഥിതിയിലേക്ക് വന്നു ചേരാം. വീട് മോടി പിടിപ്പിക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വിവാഹാലോചനകളൊക്കെ നടക്കുന്നവർക്ക് നല്ല അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ വന്നു ചേരും. സന്താന ഭാഗ്യമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഇടവക്കൂറുകാർക്ക് അതും ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ തൊഴിൽ മാറാനൊക്കെ ആഗ്രഹിക്കുന്ന ഇടവക്കൂറുകാർ അത് തൽക്കാലം നിർത്തിവെക്കുക. സമയം അനുകൂലമല്ല. എഞ്ചിനീയറിംഗ് മേഖല, ആതുര ശുശ്രൂഷ രംഗം, മെക്കാനിക്കുമാർ എന്നീ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുകൂല സമയമാണ്. സംഘടനാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസത്തിൽ തങ്ങളുടെ അശ്രാന്ത പരിശ്രമവും ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനവും മൂലം വീണ്ടും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും നിലവിലുള്ള സ്ഥാനമാനങ്ങളിൽ തുടർന്ന് മുന്നോട്ട് പോകുന്നതിനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. ശരീരബലം ഉണ്ടാകുന്നതാണ്. ഇഷ്ടകാര്യസിദ്ധി ഉണ്ടാകുന്നതാണ്. കൂടാതെ കാര്യലാഭവും ഉണ്ടാകുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാന് പാൽപായസം വഴിപാടായി നടത്തുന്നത് നല്ലതാണ്. കൂടാതെ ഇടവക്കൂറുകാർ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നീരാഞ്ജനം, എള്ളുപായസം എന്നീ വഴിപാടുകളെ നടത്തുക. അടുത്തത് നമുക്ക് മിഥുനക്കൂറുകാരുടെ 2024 സെപ്റ്റംബർ മാസം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകുക. ചെലവുകൾ ഒക്കെ അധികരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സാമ്പത്തികമായി വന്നു ചേരേണ്ട ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് അല്പം കാലതാമസം ഉണ്ടായേക്കാം.
ദൈവാധീനക്കുറവുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ദൈവാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടതായിട്ടുള്ള ക്ഷേത്ര ദർശനം, വഴിപാടുകൾ എന്നിവ നടത്തി ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ടതാണ്. അതുമൂലം കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് പര്യവസാനിക്കുന്നതാണ്. കമ്പ്യൂട്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസം തുടങ്ങി പൊതുവെ എല്ലാ വിദ്യാഭ്യാസ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂല സമയമാണ് എന്ന് പറയാം. കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ നല്ല ഗുരുക്കന്മാരെ കണ്ടെത്തി ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ അതൊക്കെ പരിഹരിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും വന്നുചേരാം. കലാകാരന്മാർക്ക്, പൊതുവെ ഗായകന്മാർക്ക്, നൃത്തം, അഭിനയം തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. കഠിനാധ്വാനവും പ്രവർത്തന മികവുമൊക്കെ മിഥുനക്കൂറുകാർ പ്രകടിപ്പിക്കുക വഴി സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ദുരിതങ്ങളെയും പതുക്കെ പതുക്കെ ഇല്ലാതാക്കി മുന്നോട്ട് പോകാൻ മിഥുനക്കൂറുകാർക്ക് സാധിക്കും. എന്തിൻ്റെയെങ്കിലുമൊക്കെ ആചാര്യസ്ഥാനം വഹിക്കുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചും വളരെ നല്ല അനുകൂല സമയമാണ്. കുടുംബസൗഖ്യം, സൽകീർത്തി എന്നീ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പഴയ സ്ഥാപനങ്ങളും വീടുമൊക്കെ മാറി പുതിയ സ്ഥലത്തേക്ക് മാറാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കണം എന്ന് മാത്രം. കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ചിലപ്പോൾ താൽക്കാലികമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അവയൊക്കെ പിന്നീട് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. തൊഴിലിലൊക്കെ ചില മിഥുനക്കൂറുകാർക്ക് അമിത ഭാരം ഉണ്ടായേക്കാം. സുഖവും സാമ്പത്തിക ക്ലേശവും ഒക്കെ മാറി മാറി അനുഭവപ്പെട്ടേക്കാം. മിഥുനക്കൂറുകാർ ദോഷപരിഹാരമായിട്ട് ദാനധർമാദികൾ നടത്തുക, ഗണപതി ഭഗവാന് ഗണപതി ഹോമം നടത്തുക, ശിവക്ഷേത്രത്തിൽ ധാരാപുറവിളക്ക്, പായസ നിവേദ്യം എന്നീ വഴിപാടുകളെ നടത്തുക. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ വരുന്ന സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ദൈവാധീനം പൂർണ്ണമാണ് എന്ന് തന്നെ പറയാം. ബുധന്റെയും ശുക്രന്റെയും സൂര്യന്റെയും ഒക്കെ രണ്ടാം ഭാവത്തിലെ സ്വാധീനം മൂലം വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പരീക്ഷകളിലൊക്കെ നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അഷ്ടമരാശിയിലെ ശനിസ്ഥിതി മൂലം രോഗങ്ങളൊക്കെ അല്പം കുറയുന്നതാണ്. മധ്യവയസ്സിലുള്ളവർക്ക്, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ കാലം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകുന്നതിനുള്ള അനുകൂല സമയമാണ്. ബന്ധുജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങളും സന്തോഷവും ലഭിക്കുന്നതാണ്. അതോടൊപ്പം സന്താന ഭാഗ്യമൊക്കെ ആഗ്രഹിക്കുന്ന കർക്കിടകക്കൂറുകാർക്കും അനുകൂല സമയമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കർക്കിടകക്കൂറുകാർക്ക് അനുകൂല സമയമാണ്. ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങി കഴിഞ്ഞ സംരംഭങ്ങളൊക്കെ വിജയത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കർക്കിടകക്കൂറുകാർക്ക് സെപ്റ്റംബർ മാസത്തിൽ സാഹചര്യമുണ്ടാകും. ബന്ധുക്കളുമായി എല്ലാ കാര്യങ്ങളും അനുകൂലമായ ഭാവത്തിൽ ആലോചിച്ചൊക്കെ എല്ലാ കാര്യങ്ങളെയും ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. തൊഴിൽ മേഖലയിലും പൊതുവെ സുഖാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് ഉന്നതി ഉണ്ടാകുന്നതാണ്. വിവാഹാലോചനകളൊക്കെ അവരുടെ കാര്യത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. കൂടാതെ ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾക്ക് അനുകൂല സമയമാണ്. പൊതുവെ സന്തോഷപ്രദമായിട്ടുള്ള സമയമാണ് എന്നർത്ഥം. ദൈവാനുകൂല്യം മൂലം കാര്യങ്ങളൊക്കെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. തൊഴിലൊക്കെ അന്വേഷിക്കുന്ന കർക്കിടകക്കൂറുകാർക്കും സെപ്റ്റംബർ മാസം അനുകൂലമാണ്. തൊഴിൽ അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകുന്നതാണ്. ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക, മഹാവിഷ്ണുവിന് പാൽപായസം നിവേദ്യം നടത്തുക, ശിവഭഗവാന് കൂവളത്തില സമർപ്പിക്കുക എന്നിവയൊക്കെ ഗുണപ്രദമാണ്. അടുത്ത ദിവസം നമുക്ക് മറ്റ് രാശിക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലവുമായി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നന്ദി, നമസ്കാരം, ശുഭദിനം.